ബ്രേക്ക്ഫാസ്റ്റിനും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. മാമ്പഴവും ഓട്സും ചേർത്തിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് ഓട്സ് ആണ്, ക്വേക്കേഴ്സിൻ്റെ റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഓട്സ് കുക്ക് ചെയ്യുന്ന രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. ഇത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഏകദേശം 1 കപ്പോളം മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഓട്സ് ഒന്ന് തണുത്ത് വന്നാൽ അതിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച മാമ്പഴം, നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം എടുക്കാൻ നോക്കുക. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മധുരം പോരെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും അതുപോലെ ഓട്സ് കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഈ സ്മൂത്തി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നട്ട്സോ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ എന്തെങ്കിലും വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. മാമ്പഴമൊക്കെ ഉള്ള സമയത്ത് ഈ സ്മൂത്തി മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പികൾക്കായി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.